പോകുന്ന പരീക്ഷകളിൽ ഉറപ്പായി ചോദിക്കാൻ സാധ്യതയുള്ള കറന്റ് അഫയേഴ്സിലെ ചോദ്യങ്ങളാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ. കെ-ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ. കെ-ഫോണിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കാണ്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കാണ്. കെ-ഫോൺ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 5-നാണ്. 2023 ഇത് നമുക്ക് വർഷം കിട്ടും. കെ-ഫോൺ എന്ന് പറയുമ്പോൾ 2023 എന്ന് ആലോചിക്കുക. 2023. ഇനി ഇതിലെ മാസവും ദിവസവും കണ്ടുപിടിക്കണമെങ്കിൽ സിമ്പിളാണ്. 2x3 എന്ന് പറയുമ്പോൾ 6ആണ്. അപ്പൊ 6-ാം മാസം. 2+3 എന്ന് പറയുമ്പോൾ 5, 5-ാം തീയതി. ഗുണനം മാസവും കൂട്ടല് ദിവസവുമാണ്. 6-5 എന്ന് പഠിച്ചാലും നമുക്ക് മതി. ജൂൺ 5, 2023 ജൂൺ 5-ലാണ് കെ-ഫോൺ. 2023 ജൂൺ 5. പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിന് ആവശ്യമായ പരിശീലനം നൽകുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ധീര. പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിന് ആവശ്യമായിട്ട് പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ കരുത്തും, എന്നാൽ പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിന് ആവശ്യമായിട്ട് വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് ധീര. എന്ന സ്കൂളിലുള്ളതാണ് കരുത്ത്. പൊതുജന പങ്കാളിത്തത്തോടെ ശൈശവ വിവാഹം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പൊൻവാക്ക്. ശൈശവ വിവാഹം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പൊൻവാക്ക്. പൊൻവാക്ക് പറയുമ്പോൾ പെൺകുട്ടികളുടെ ശൈശവ വിവാഹം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതകൾക്കും മുതിർന്ന പൗരന്മാർക്കും കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതകൾക്കും മുതിർന്ന പൗരർക്കുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നിഴല്. അതായത് വയസ്സായ ആളുകളെ അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ രാത്രിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട് പോവുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സംരക്ഷണം ഒരുക്കുന്ന കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നിഴൽ. ഒരു നിഴലുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പറയുമ്പോൾ ഒരു നിഴലല്ലേ, ഒരു നിഴൽ വെട്ടം. രാത്രി ഇരുട്ടല്ലേ, അപ്പൊ നിഴലുകളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിഴൽ. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് പദ്ധതിയാണ് എൻ്റെ കൂട്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും, ഇത് നടപ്പിലാക്കിയത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് പദ്ധതിയാണ് എൻ്റെ കൂടെ. ഇത് എല്ലാവിടെയും ഉള്ളത് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി +1+2 തലങ്ങളിൽ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. ഒരു ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ്. കൗമാരക്കാരാണ് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇതിൽ ഉൾപ്പെടും. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അവിടെയാണ് സശ്രദ്ധം. സെക്കൻഡറി സശ്രദ്ധം. 75 മുകളിൽ പ്രായമുള്ള മരങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാൺവായു ദേവത എന്ന പേരിൽ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാന. ഇടയ്ക്ക് വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. വനങ്ങളെല്ലാം നികത്താൻ വേണ്ടി പോയപ്പോ എല്ലാ ജനങ്ങളും കൂടി ഒരുമിച്ച് വന്നു എന്ന് പറഞ്ഞതാണ്. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള മരങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാൺവായു ദേവത എന്ന പേരിൽ പെൻഷൻ പദ്ധതി. പ്രാൺവായു ദേവത പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാന. ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. ഈ ഹീമോഫീലിയ പറയുമ്പോൾ രക്തം ഇങ്ങനെ വാർന്നുകൊണ്ടേയിരിക്കും, ധാരയായി ഒഴുകും. ആശാധാര. സംസ്ഥാനത്തെ കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള കേരള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ്.
അതായത് ഈ കുടിയേറ്റ തൊഴിലാളികള് നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന ഒരു ആവാസം, അവർക്ക് ഒരു ഇരിപ്പിടം, അവർക്ക് ജോലിയും പൈസയൊക്കെ കിട്ടുന്ന ഒരു ആവാസത്തിന് വേണ്ടി വരുമല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ശലഭം. ജനിക്കുന്ന കുട്ടികൾക്കുള്ള സമഗ്ര മുഴുവനായിട്ടുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ശലഭം. മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. അതായത് ഫുൾ ടൈം നമ്മൾ ചില രോഗികളെയൊക്കെ വീട്ടിലിരുന്ന് നമ്മൾ നോക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ആശ്വാസകിരണം, ഒരു ആശ്വാസം. സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാർക്കായി പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണവാടി ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ്. ടൈപ്പ് 1 മിഠായിയാണ്. പ്രമേഹം ആയതുകൊണ്ട് മിഠായി കഴിച്ചാലല്ലേ നമുക്ക് പ്രമേഹം വരുള്ളൂ. ടൈപ്പ് 1. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ഈ മെഡിസെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻ പറ്റിക്കഴിഞ്ഞിട്ടുള്ള ആളുകളുടെയൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പിന്റെ ഫുൾ ഫോം മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. ഉദ്യോഗസ്ഥന്മാരുടെയും പെൻഷൻ പറ്റിയ ആളുകളുടെയും ഇൻഷുറൻസ് ആണ്, മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. മെഡിസെപ്പ് പദ്ധതി നിലവിൽ വന്നത് അത് കണ്ടുപിടിക്കാനുള്ള കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കൂ, ശ്രദ്ധിച്ചെഴുതുക, മെഡിസെപ്പ്. അപ്പോൾ ഈ എം എന്ന് പറയുന്നത് ഒന്ന് എഴുതുമ്പോൾ എന്താണ്, രണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, രണ്ടായിട്ട് എടുക്കുക. എം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ രണ്ട് വരെ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ എന്താണ്, 2 എം എഴുതുമ്പോൾ 2 എന്നിനെ കൂട്ടിമുട്ടിച്ചതല്ലേ എം എന്ന് പറയുന്നത്. അപ്പൊ 2 അപ്പൊ 2022 ജൂലൈ 1 നമ്മൾ GST വന്നതും ജൂലൈ 1 അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ 2022 ജൂലൈ 1 മെഡിസെപ്പ് വന്നത്. മെഡിസെപ്പ് ജൂലൈ 1. മെഡിസെപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയന്റൽ ഇൻഷുറൻസ്. മെഡിസെപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയന്റൽ ഇൻഷുറൻസ്. മെഡിസെപ്പ് ഓറിയന്റൽ. സംസ്ഥാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഡിജിറ്റലാക്കുന്നതിന് ആരംഭിച്ച സോഫ്റ്റ്വെയർ ആണ് ശ്രേഷ്ഠം. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഡിജിറ്റലാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച സോഫ്റ്റ്വെയർ ആണ് ശ്രേഷ്ഠം. 2022-23 സാമ്പത്തിക വർഷത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുന്നതിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. 2022-23 കേരളമാണ്. റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശരാശരി ദിവസവേതനം ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. സ്ത്രീ പീഡനം, സ്ത്രീധനം എന്നിവയ്ക്കെതിരെ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച പദ്ധതിയാണ് സ്ത്രീപക്ഷ നവകേരളം. നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയല്ലോ. അതിൽ സ്ത്രീകൾക്ക് സ്ത്രീപീഡനം, സ്ത്രീധനം അതുമായി ബന്ധപ്പെട്ട് അതിനൊക്കെതിരായിട്ട് കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച പദ്ധതിയാണ് സ്ത്രീപക്ഷ നവകേരളം. സ്ത്രീപക്ഷ നവകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് നിമിഷ സജയൻ. സ്ത്രീപക്ഷമായതുകൊണ്ട് നിമിഷ സജയൻ. സ്ത്രീപക്ഷ നവകേരളം, നിമിഷ സജയൻ. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതായിരിക്കും? കേരളം. കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? എസ് രാജേന്ദ്രൻ. അതായത് ഈ രാജാവല്ലേ പ്രജകൾക്കൊക്കെ തൊഴിൽ കൊടുക്കുന്നത്. അപ്പൊ കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രഥമ ചെയർമാൻ എസ് രാജേന്ദ്രൻ. എന്റെ കൂട് രാത്രികാലങ്ങളിൽ വനിതകൾക്ക് സൗജന്യമായി താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് തിരുവനന്തപുരം ജില്ലയിലാണ്. ഹൃദ്യം 18 വയസ്സിന് താഴെയുള്ള ഹൃദ്രോഗമുള്ള കുട്ടികളെ സഹായിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി. 18 വയസ്സായ താഴെയുള്ള കുട്ടികളെല്ലാം നമ്മൾ കുട്ടികൾ പറയാ. അപ്പൊ അതിനോട് ഭയങ്കര ഹൃദ്യമായിട്ടല്ലേ നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ. അതാണ് ഹൃദ്രോഗമുള്ള കുട്ടികളെ സഹായിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി. ശ്രുതി തരംഗം, ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശ്രുതി തരംഗത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 5 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയാർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള പദ്ധതി. കോക്ലിയാർ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് സൗജന്യ കോക്ലിയാർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, ശ്രദ്ധിക്കണം, ശ്രുതി തരംഗം.
ധ്വനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്നേഹ സാന്ത്വനം സംസ്ഥാനത്തെ എൻഡോസൾഫാൻ രോഗബാധിതരെ സഹായിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സാന്ത്വനം എൻഡോസൾഫാൻ. സ്നേഹസ്പർശം ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്നവർ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു ജീവിക്കേണ്ടി വരുന്നു. ഇത്തരക്കാർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുള്ള പദ്ധതി. അതായത് ലൈംഗിക ചൂഷണത്തിനൊക്കെ വിധേയമായിട്ട് വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ തന്നെ ഗർഭിണികളായിരിക്കുന്നുണ്ട്, അതായത് അമ്മമാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇവർക്ക് സ്നേഹമായിട്ടൊരു സ്പർശം ചെയ്യാം. സ്നേഹപൂർവം മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും മരണമടഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ള ധനസഹായ പദ്ധതി. അതായത് മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടുപേരും മരണമടഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ഭയങ്കര സ്നേഹപൂർവ്വത്തോടെ ഇതാക്കണല്ലേ, കാരണം അമ്മയും അച്ഛനും ഇല്ലാത്തവരല്ലേ. സ്നേഹപൂർവ്വം. സ്നേഹസ്പർശമാണെങ്കിൽ ലൈംഗിക ചൂഷണ സ്പർശം, നമ്മൾ ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്തത് പറയുമ്പോൾ അവർ സ്പർശിച്ചിട്ടല്ലേ, അവനെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തിട്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സാമ്പത്തിക സഹായം പദ്ധതിയാണ് സ്നേഹസ്പർശം. സ്നേഹപൂർവം, അത് അമ്മയും അച്ഛനും ഇല്ലാത്തവരാണ്, അവർക്ക് മാനസികമായുള്ള സപ്പോർട്ടാണല്ലേ വേണ്ടത്. അപ്പൊ സ്നേഹപൂർവം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് BPL ശുദ്ധമായ പാചക ഇന്ധനത്തിനും വിതരണത്തിനുമായി ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ശുദ്ധമായിട്ടുള്ളതാണ്. ശുദ്ധമായ പാചക ഇന്ധനത്തിന് വിതരണത്തിനുമായി ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജയൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. തൊഴിൽ സജ്ജരാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എപ്പോഴും ഉന്നതിയൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പൊ അവർക്ക് ഉന്നതി കൊണ്ടുവരികയാണ്. ഉന്നതി വിജ്ഞാൻ. ഒരു രാജ്യം ഒരു റേഷൻ പദ്ധതിയുടെ ഭാഗമായി റേഷൻ റൈറ്റ് കാർഡ്, റേഷൻ അവകാശ കാർഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതന്നെയായിരിക്കും? കേരളം. പൗരരുടെ സമ്പൂർണ്ണ ആരോഗ്യ വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള സവിശേഷ തിരിച്ചറിയൽ നമ്പറാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. ആ പൗരരുടെ സമ്പൂർണ്ണ ആരോഗ്യ വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള സവിശേഷ തിരിച്ചറിയൽ നമ്പർ ആയുഷ്മാൻ ഭാരത് പദ്ധതിയാണ്. ആയുഷ്മാൻ ഭാരത് തിരിച്ചറിയൽ നമ്പറുകളുടെ എണ്ണം 14 ആണ്. 14 എണ്ണം ഉണ്ടാവും അതിൽ. ആയുഷ്മാൻ ഭാരത് പദ്ധതി. കേരള നോളജ് എക്കണോമിക് മിഷൻ ഭിന്നശേഷി വിഭാഗത്തിന് നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് സമഗ്ര. കേരള നോളജ് എക്കണോമിക് മിഷനാണ് ഭിന്നശേഷിക്കാർക്കാണ് സമഗ്ര. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈവല്യ. ഭിന്നശേഷിക്കാർക്ക് സമഗ്ര വികസനം ലക്ഷ്യമാക്കി സർക്കാർ തൊഴിൽ മേഖലയിൽ അതിന് സമഗ്ര വികസനം ലക്ഷ്യമാക്കി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈവല്യ. വയ്യാത്ത ആളുകൾ അല്ലേ ഭിന്നശേഷിക്കാര്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനുയാത്ര. ഭിന്നശേഷിക്കാരന്റെ ക്ഷേമത്തിന് വേണ്ടി നടക്കുന്നതാണ് അനുയാത്ര. ലോകത്തിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ കുടിവെള്ള ശുചിത്വ പദ്ധതിയാണ് ലോകബാങ്ക്. നോക്കൂ, ലോകബാങ്കിന്റെ സഹായത്തോടെ. അപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ജലനിധി. അതാണ് ജലനിധി. ഏതാണ്? ലോകബാങ്കിന്റെ സഹായത്തോടെ. ഏട്ടാ, കേരള ജല അതോറിറ്റിയുടെ ആദ്യ കുപ്പിവെള്ള പദ്ധതിയാണ് തെളിനീര്. കേരള ജല അതോറിറ്റിയുടെ ആദ്യ കുപ്പിവെള്ള പദ്ധതിക്ക് പറയുന്ന പേരാണ് തെളിനീര്. കടൽ പ്ലാസ്റ്റിക് രഹിതമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതി, അതായത് കടലിലുള്ള പ്ലാസ്റ്റിക് രഹിതമാക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ശുചിത്വ സാഗരം. സാഗരം പറയുമ്പോൾ കടലല്ലേ, അവിടെയൊക്കെ ശുചിത്വമാക്കുക. ലോകബാങ്കിന്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെയും സഹായത്തോടെ നടപ്പാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയാണ് മാറ്റം. ഒരു മാറ്റം വേണമല്ലോ, ഖരമാലിന്യ കടന്ന് മാറ്റാനല്ലോ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് നൂതന കോഴ്സുകളിൽ പരിശീലനത്തിനും നൈപുണ്യ വികസനത്തിനുമായുള്ള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ പദ്ധതിയാണ് ട്രേസ്. അതായത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക്, അത് എല്ലാം പഠിച്ചിട്ടുള്ള യുവതി യുവാക്കൾക്ക് നൂതന കോഴ്സുകളിൽ പരിശീലനത്തിനും നൈപുണ്യ വികസനത്തിനുമായുള്ള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ പദ്ധതിയാണ് ട്രേസ്. അതിനെ ട്രേസ് ചെയ്യുക. ട്രേസിന്റെ ഫുൾ ഫോം ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ്. അതായത് അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ്. ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ്. അന്യ സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള കേരള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. നമ്മൾ അന്യ സംസ്ഥാനത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് നമ്മൾ ചങ്ങാതിയിലാക്കുക. അപ്പൊ പിന്നെ ചങ്ങാതി പഠിക്കടാ എന്നൊക്കെ പറയില്ലേ. ചങ്ങാതി പദ്ധതി കൂടുതൽ ജനകീയമാക്കാൻ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ഡിജിറ്റൽ പാഠപുസ്തകമാണ്
ഹമാരി മലയാളം. ചങ്ങാതി പദ്ധതി കൂടുതൽ ജനകീയമാക്കാൻ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ഡിജിറ്റൽ പുസ്തകമാണ് ഹമാരി മലയാളം. വീടുകളിൽ സൗരോർജ വൈദ്യുതി നിലയങ്ങൾ സ്ഥാപിക്കുന്നതിന് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി വായ്പ നൽകുന്ന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് സൗരജ്യോതി, സോളാർ പാനലുകൾ കേട്ടോ. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലാണ്. ക്ഷേമം പറയുമ്പോൾ അനിയാത്രമാണ് ഭിന്നശേഷിക്കാന്റെ. മനുഷ്യനെ സമുദ്രത്തിന്റെ അടിത്തട്ടിലെത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ, സമുദ്രത്തിന്റെ അടിയിലോട്ട്. ശാസ്ത്രത്തിന്റെ നവനിർമ്മാണത്തിന് പുതിയ തലമുറയെ ശാക്തീകരിക്കാൻ ഉന്നത പൊതുവിദ്യാഭ്യാസ വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്ട്രീം എക്കോസിസ്റ്റം. അതായത് ശാസ്ത്രത്തിന്റെ നവനിർമ്മാണത്തിന് പുതിയ തലമുറയെ ശാക്തീകരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾ ചേർന്ന് കോളേജുകൾ തലത്തിലൊക്കെ നടത്തുന്ന പദ്ധതിയാണ് സ്ട്രീം എക്കോ സിസ്റ്റം. ആണവോർജ റോക്കറ്റിൽ മനുഷ്യനെ ചൊവ്വയിലേക്ക് എത്തിക്കുന്നതിനായി നാസയുടെ നേതൃത്വത്തിൽ നടപ്പാക്കാനൊരുങ്ങുന്ന പദ്ധതിയാണ് ഡ്രാക്കോ. ആണവോർജ റോക്കറ്റിൽ മനുഷ്യനെ ചൊവ്വയിലേക്ക് എത്തിക്കുന്നതിന്, ആണവോർജ ഉപയോഗിച്ചുള്ള റോക്കറ്റില് മനുഷ്യനെ ചൊവ്വയിലേക്ക് എത്തിക്കുന്നതിനായി നാസയുടെ നേതൃത്വത്തിലാണ്. നാസ ചൊവ്വയിലേക്ക് മനുഷ്യനെത്തിക്കാൻ ആണവോർജ റോക്കറ്റ് പദ്ധതിയാണ് ഡ്രാക്കോ. മിഴി 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച വൈകല്യം കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതി. അതായത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ. അപ്പോൾ 6 മുതൽ 16 വയസ്സുള്ള കുട്ടികളെ കാഴ്ച വൈകല്യം കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതി. ഓട്ടിസം കേൾക്കും ഞാൻ പറഞ്ഞിരുന്നു. ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. താങ്ക്